പട്ടിയുടെ കടി കിട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോക്കിയാൽ ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഏതാ സ്ഥലമൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സേലത്തിനേക്കാളും കുറച്ച് മുന്നിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാനിവിടെ ഒതുക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്താ പറയുക എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇവിടെ നല്ലൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതാണ് കേട്ടോ സംഭവം, നമുക്കൊന്നും പേടിക്കാനില്ല. ഫസ്റ്റ് നമ്മുടെ കുളിയും പല്ലുതേപ്പും കഴിഞ്ഞു കേട്ടോ. ചേട്ടാ ഒരു ചായ കോഫി. ഒരു കോഫി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കോഫി അടിച്ചിട്ടാവാം. ഇവിടെ ചാളയില്ല, അപ്പോൾ ചായ ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് കോഫി കുടിച്ചിട്ടാവാം കേട്ടോ പരിപാടികളൊക്കെ. ഒരു കോഫി കുടിക്കട്ടെ, എനർജി ആവട്ടെ. എനർജി സാറിപ്പം പറയണ പോലെ പവർ പറ്റേ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് തന്നെ പവർ പറ്റേ. അടിപൊളി കാപ്പി കേട്ടോ. അപ്പം ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ, പവർ വരും എന്നുള്ളത് അറിയാലോ. പവർ വരും എന്നല്ലേ പറയണേ. എന്തായാലും നോക്കി നോക്കട്ടെ, എന്തോരം പവർ വരും നോക്കട്ടെ. ഒരു 1/2 കിലോ പവർ കിട്ടുമോ, 1/4 കിലോ പവർ കിട്ടുമോ, നേരെ വിളിച്ചിട്ടുള്ളൂ. എത്ര പവർ കിട്ടുമെന്ന് നോക്കി നോക്കട്ടെ. പവർ വന്നു. റിയലി ഗുഡ്. ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. പ്രാന്തന് ഇവിടെ കിടക്കണ്ട്. പ്രാന്തൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇനി നമുക്കും പ്രാന്ത് പിടിക്കാം. റോഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല ഭംഗിയുള്ളൊരു റോഡാണ് കേട്ടോ. പിന്നെ വേറെ ചെറിയ പണി കിട്ടി. അതായത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വന്നപ്പോൾ അവര് 55 രൂപയാണ് ശരിക്കുള്ള പൈസ. അതിന് 110 രൂപ മേടിച്ചു. കുറച്ച് വർത്താനം പറഞ്ഞു, കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നോനെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അവര് തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ലല്ലോ. ഒന്നോനെ നമ്മൾ ചാടിച്ചു പോരുക. അല്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാക്കിൽ, അതായത് നമ്മൾ ഏത് ഇതാണ് നമുക്ക് എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ട്രാക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോള് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തത് അതായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളോ, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ പിടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ പോകണം. നല്ല സുഖമുണ്ട് കേട്ടാ. ഒറ്റയ്ക്കാന്ന് വെച്ചാൽ സുഖക്കുറവൊന്നുമില്ല. ഒറ്റയ്ക്കല്ല, പ്രാന്തണ്ടല്ലോ. പ്രാന്ത് എന്നെക്കാളും പശയുള്ള ആളായിരിക്കണത്. ഞങ്ങൾ നല്ല കലക്കലക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങനെ പോട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ മുന്നിലേക്ക് കാണിച്ചു തരും. കേരളത്തിനേക്കാളും മുന്നേ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ എന്താ പറയുക ഒരു ഗ്രാമം നോക്കിയിട്ട് ഇങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കൗതുക കാഴ്ച കൊണ്ട് നോക്കിയേ. ഫുള്ള് നെല്ലിക്ക. അത്രയധികം നെല്ലിക്ക ഉണ്ടായി നിൽക്കുന്ന മരം കണ്ടുണ്ടോ നിങ്ങൾ? കണ്ടോ? അടിപൊളിട്ടാ. സൂപ്പർ എന്ന് പറഞ്ഞത് സൂപ്പർ. അപ്പൊ ഞാൻ അത് കണ്ട കാര്യം നിർത്തിയതാ. എന്നെ മേലേക്ക് പോറേ. ഇത് യൂട്യൂബ് ചാനല്. അതെന്നത് നെല്ല് ഇത് തന്നെ അല്ലേ? ഞാൻ എള്ളെന്ന് കേട്ട കേരള തന്നെ അല്ലേ? കൊഞ്ചം ഡിഫറെന്റ് ആക്കി കേൾക്കും. അപ്പൊ ഇങ്ങ ഇത് എന്നെ പണ്ടത് ഇപ്പൊ എന്നെ കളയെടുക്കല്ലേ? ഇത് നട്ടത് തന്നെ ഇത്. இந்த மாதிரி നട്ടതൊക്കെ അല്ലേ? നമ്മുടെ നാട്ടിൽ இந்த மாதிரி കാണും. ഇതേപോലെ തട്ട് അപ്പടിയാ കാണില്ലേ? നമുക്ക് ഡിഫറെന്റാ കൃഷി ഇടം இல்லையா? ഇതിപ്പോ നെല്ല് இந்த மாதிரி இப்போ சப்போட்டைக்கு அங்க பாத்துருச்சு, நெல்லி பாத்துருச்சு. அந்த மாதிரி சீசன் நெல்லு தான். நெல்லு மட்டும்தான் இல்ல? ஓ சரி. வேற விவசாயம் வேற இது இல்ல. ഇപ്പം നമ്മൾ കണ്ട അമ്മച്ചിമാരൊക്കെ അവിടെ ഞാറ് നടണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അവരെ ഞാറ് നടല് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് വില വ്യത്യാസമുണ്ടോ? അതേ സാധാരണ സ്റ്റൈലിലുള്ള പരിപാടിയാണോ എന്ന് നോക്കി നോക്കാം. ദേ കണ്ടു. സ്കൂളമേ തരിയാതെ അല്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ള ഇതൊക്കെ പറക്കണ്ട കേട്ടാ. വേസ്റ്റ് പറക്കണ്ട. എന്നിട്ടാണ് ഇവര് ഞാറ് നടണത് ഇതിനകത്ത് അല്ലേ? യെസ്. ഇവരെ പരിപാടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. കുറെ പറക്കണുണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറെ നടനുണ്ട്. അല്ല, എനിക്കിത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ ചെയ്യണത്. അപ്പൊ എന്തിട്ട് പറിച്ച് കളയണ ഇടയ്ക്കിടയ്ക്ക്?
சொட்டையா இருக்குதுல்ல இங்க சொட்டை அதுக்கு நாத்து உண்டுன்னா இருக்கிற பக்கம் அதிகமா அங்க வைக்கணும் அதை எடுத்து இங்க வைக்கணும் சொட்டையில புரிஞ்சது இப்பதான் புரிஞ்சது என்ன பண்றதுன்னு வேலை பண்றது என்ன வேலை பண்றதுன்னு தெரியலையே இப்ப புரிஞ்சது சரி சரி அப்ப நீங்க வேலை பண்ணிக்கோ ശരി എല്ലാവർക്കും നന്ദി നമ്മുടെ പ്രാന്തനങ്ങളെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സപ്പോട്ടയുടെ തോട്ടാണ്. ഇത് കണ്ടോ സപ്പോട്ടയ്ക്ക് നിൽക്കണ കണ്ടോ. ഇത് കുറച്ചൊന്നുമല്ല കേട്ടോ. ഇതൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടമാന ഏരിയ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അടച്ചിട്ടേക്കുക വലിയൊരു ഗേറ്റ് വെച്ചിട്ട്. അവിടെ ആരും കാണണില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കാണുമായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു എന്ന് പറയില്ലേ ഒന്ന് അകത്ത് കയറാനായിട്ട്. ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി ഇപ്പോൾ ഒറ്റ ആൾക്കാരെ കാണണില്ല വിളിച്ചിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വരെ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു കണ്ടോ. അപ്പോൾ എന്തായാലും ബാക്ക് സൈഡ് ഇങ്ങനെ കിടക്കണ്ട. അപ്പോൾ അത് കാരണം കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. എന്തോ ഒരു പണിയായുധം എന്താണാവോ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അത് ഇവിടെ ആരും കാണുന്നില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കാൻ വരുന്നു. ഒരു ചേട്ടൻ തെങ്ങ് കയറുന്നുണ്ട്. തെങ്ങ് കയറുന്ന എന്തോ ഒരു സംഭവം കൊണ്ടിട്ടാ അത്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്ത് തെങ്ങേറ്റാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നമ്മുടെ നാട്ടിലെ കയറ് ഉപയോഗിക്കില്ല. അതിന് പകരവും ദേ ഇവിടെ ഒരു കുഞ്ഞ കുളക്കുണ്ട്. മോട്ടറൊക്കെ വെച്ച് പമ്പ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. ഈ സമയത്ത് ആയ കാരണം തോന്നുന്നുണ്ട് കേട്ടോ. നിറച്ചും വെള്ളം, നല്ലൊരു ഏരിയ. ഇനി അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വീടൊന്നും കാണുന്നില്ല. ഇതിൽ പോയാൽ മതി എന്ന് വേറെ ഒരുത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഒന്നും കാണാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് ഫീലിങ്സ് ഇല്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാമല്ലോ. ഗ്രാമങ്ങൾ ഇനിയും നമ്മൾ കാണും അല്ലേ. പൂവന്നെ അല്ലാണ്ട് പിന്നെന്താ ഒന്നും നോക്കാനില്ല. വേറെ പരിപാടിയില്ലല്ലോ. വിടാ ഹായ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ് നിന്നിട്ടൊരു വ്യൂ അടിപൊളിയല്ലേ. ഇതെന്തിൻ്റെ ഒരു മരം നിൽക്കണ്ട എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. അതിൽ ചെറിയ കായകളുണ്ട് നിറച്ച്. പോത്ത എന്നാ അത് എരുമ വയ്ക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അതിനൊക്കെ അയച്ചു വിട്ടിട്ട് ഇവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എരുമേനെ നോട്ടാണ് കേട്ടോ ആളുടെ പരിപാടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ എരുമേനെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ വന്നിരുന്നാൽ മതി. എരുമേനെ ഇങ്ങനെ അയച്ചു വിട്ടാൽ മതി. എവിടേക്കും പോകുന്നില്ലല്ലോ. നല്ലൊരു പണിയാണുള്ളത്. എനിക്ക് കിട്ടണോ ഇവിടെ എരുമേനെ നോക്കാൻ നിൽക്കായിരുന്നു. ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതല്ല നല്ലത്. ഈ നടക്കണേക്കാളും ഭേദം. എരുമ എന്നൊന്നും ചെയ്യരുത് കേട്ടാ. അയ്യോ ആക്രമിക്കാനാന്നുകൊണ്ട് എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇല്ല ആ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. പോവാ പ്രാന്തോ ഞാൻ വരുന്നൂടാ. ഞാൻ ഓടിപ്പോട്ടോ. അതെന്നെ കുത്താൻ വരും ചിലപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇവന് ബോറടിച്ചു തുടങ്ങിയതുകൊണ്ട് നമ്മളെവിടേക്കെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ആൾ ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കല്ലേ. പോവാ നമുക്ക്. അവിടെ കുറച്ച് ചേച്ചിമാരും അതുപോലെ തന്നെ ചേട്ടനൊക്കെ കൂടിയിട്ടേ എന്തോ പുല്ല് പറക്കി എന്തോ സംഭവിച്ചില്ല. എന്താ സംഭവം നോക്കി നോക്കാം. അവിടെ പേര് ചൊല്ല എന്നെ സോളത്തട്ട്. ഇത് എന്തിനുള്ള സാധനം അറിയോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിലെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുല്ലെന്ന് പറയില്ലേ നമ്മൾ. അത് പുല്ല്. ആ സംഭവം നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ അഴിച്ച് നനച്ച് കഴിയുമ്പോൾ നല്ല ഹൈറ്റിൽ വരില്ല. ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇവരുടെ ആകെ ഈ സംഭവം ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് പറിച്ചിട്ട് പശുവിനെ അപ്പോൾ നിങ്ങളെ പശുവിനെ ഇങ്ങ കൊണ്ടുപോയില്ലേ? ഇങ്ങ കൊണ്ടുപോയി മേയ വീടില്ല. அங்க கட்டி போடுல இது வந்து மரக்க அள்ளிட்டு போய் வீட்ல கட்டி போடுறது புல்லெல்லாம் போய் மேஞ்சிக்கும் மரக்க வீட்டுக்கு നൈറ്റിക്ക് അല്ലേ. അപ്പൊ ഈ പശുക്കൾക്ക് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പശുവിനെ ഇവിടെ അഴിച്ചു വിടില്ല എന്തായാലും. അവര് ക്യാമറ കണ്ടപ്പിന്റെ ചേച്ചി ജാതി വരക്കില്ലേ. ചേച്ചി ഇങ്ങ കൂലി എന്നത് കിടക്കും 300 രൂപ 300 റുപ്പീസ്. ഇത് ക്യാമറയിലെ ജാസ്തി പറിച്ച കൂലി ജാസ്തി കിടക്കാതെ നല്ല പോട്ടാ പോന്നു. അതെല്ലേ ഞാൻ വിചാരിച്ചു ക്യാമറ പാത്തിക്ക് അപ്പുറം സ്പീഡാക്കിന്ന്.
இதே இப்படி கட்டி நம்ம நாட்டுல வைக்கோல்னு சொல்லு இதுக்கு. வைக்கோல் பசுக்களுக்கு கொடுக்கிறதுக்கு வைக்கோல்னு சொல்லும். வைக்கோல் வேற, வைக்கோல் வேற. அல்ல வைக்கோல் மாதிரி. அதுதான். வைக்கோல் அங்க விட்டா போட்டுருக்கு. கண்டிருக்கு. பாத்துருச்சு. இது இப்படி கட்டிட்டு போய் மாட்டுக்கு இப்படி போட்டு. அப்ப அந்த இது மண்ணு அழுக்கு இது விட்டு அது மாடு விட்டுறது. அப்படி அல்லது கட் பண்ணி கொடுக்க ஒന്നും வேணாம். இத மட்டும் ഞാൻ നനച്ചത് കട്ട് പണി താൻ കൊടുക്കണമെന്ന്. അതൊന്നും വേണം. அப்படியே அள்ளி போட்டோம்னா அது ஃபுல்லா சாப்பிட்டு வேற விட்டுரும். சரி மறுக்காத குப்பையை எடுத்து காட்டுக்கு போடுறோம். சரி അപ്പോൾ ഇതെല്ലാം ചൊല്ലി തന്നതൊക്കെ താങ്ക്സ്. ആ ചേച്ചിമാര് അവിടുന്ന് പുല്ല് പൊട്ടിച്ചത് കണ്ടില്ലേ? ആ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഇവര് ഇതിന്റെ മണ്ണൊന്നും കളയാനില്ല കേട്ടോ. അതിങ്ങനെ തന്നെ കെട്ടി കൂമ്പാരാക്കി വെച്ചേക്ക ഫുള്ള്. അതുപോലെ ഇവിടെ വേറെന്താ സൈസ് ഒക്കെ പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞു. എന്തൊക്കെ സംഭവം എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ അയ്യോ വേഗം കൊണ്ടാട്ടോ വേണ്ട. അഞ്ച് നാട്ടിൽ വന്നിട്ട് എനിക്ക് പട്ടിയുടെ കടി കൊണ്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇവരുടെ വീടുകൾ ഇതിപ്പോൾ അവരുടെ വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ചെറിയ വീടും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പട്ടിയുള്ള കാരണം ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരുക. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ വീടും കാര്യങ്ങളും. അപ്പോൾ അവർ അവിടെ പണി ആയതുകൊണ്ടാണ്. ഞാൻ പോവടാ. അപ്പോൾ അവർ പണിയും കാര്യങ്ങളായ കാരണം വീടിൻ്റെ ഉള്ളൊന്നും കാണിച്ചു തരാണ്ടിരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കയറി കണ്ടേനെ കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ. കുറച്ച് നേരമായി ഡ്രൈവ് ചെയ്യണം. ഫുഡ് എവിടെയെങ്കിലും കഴിക്കണം. സമയം മതിയായിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച് നിൽക്കണം. ആകെ ബാംഗ്ലൂർ പോണ വഴിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, നമ്മുടെ സേലത്തിനേക്കാളും മുന്നേ ഒരു നല്ല മലനിരകളൊക്കെ ആയിട്ടുള്ളൊരു വ്യൂ ഇല്ലേ, ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ആ ഒരു സംഭവം മാത്രമേ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മളിപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്റ്റൈലം വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് തോന്നിയിട്ടുള്ളൂ. റോട്ടിൽ നിന്നുള്ള ഒരു ലോങ് സൈറ്റ് വ്യൂ എന്ന് പറയില്ലേ, അത് നല്ല പൊളി സാധനമാണ്. അല്ലാണ്ട് വേറെ ഇപ്പോൾ ഹൈവേയിൽ ഒന്നും കാണിക്കാനില്ല. അതാണ് ഇപ്പോൾ നമ്മൾ റോഡൊന്നും കാണിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം വീണ്ടും അവിടെ ഇവിടെ ഒക്കെ ഒറ്റയ്ക്കല്ലേ, അപ്പം ഇറങ്ങി നിന്നിങ്ങനെ പോരുകയാണ്. അതാണ് ഇപ്പോഴത്തെ പണി. സാധനം കിടക്കണോട്ടാ. അതുകൊണ്ട് ഞാനും കൂടി ഇങ്ങനെ പോവാണ്. ഫുഡ് അങ്ങോട്ട് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇതേ ലൈവ് പൊറോട്ട ഉണ്ടാക്കണം കേട്ടോ. ഇന്നലെ നമ്മൾ കഴിച്ച ദോശ പോലെ തന്നെ ഇപ്പം ഇന്ന് പൊറോട്ട അടിക്കാം. ഗ്യാസ് മാത്രമായില്ലേ, ഇവിടെ നോക്കി തീയിലാണ്. തീയില് ഇവിടെ ഇപ്പോൾ ചേട്ടൻ ഇത് പൊരിച്ച് കാണിച്ച് തരും കേട്ടോ. വൃത്തിയായിട്ടാണ് കേട്ടോ സാധനമൊക്കെ കൊണ്ടുവന്നില്ല. കണ്ടോ, കടലാസൊക്കെ വെച്ച് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. പൊറോട്ട അടിപൊളിയാണ്, നല്ല ചൂട് പൊറോട്ട എന്ന് പറയില്ലേ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വിവരം പറയാനൊന്നുമില്ല, അടിപൊളി തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ പൊറോട്ട പോകാതെ കേട്ടോ ഇടാം, ഇനി കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹാപ്പിയായി. കുറച്ച് വെള്ളം ഒന്നും പുറത്തുനിന്ന് കുടിക്കില്ല കേട്ടോ. വെള്ളം മിനറൽ വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കുടിച്ച് ഉള്ളിലേക്ക് കയറി പോവാ. ചേച്ചി ആടിനെ മേയ്ക്കാൻ കേട്ടോ. ഈ ആടിന് കണ്ടു നമ്മൾ പശുവിനൊക്കെ മൂക്കയറുന്ന പോലെ ഒരു പരിപാടി. പോട്ടിருக்கு ரெண்டு கால்ல ஓடுதுன்னு போட்டிருக்கேன். அப்போ அதுக்கு ஒன்றும் போடல? ஒண்ணுக்கு தான் போடலாம், மீதி எல்லாரும் ரெண்டு கால்லையே தான். അത് ரொம்ப നല്ല ഐഡിയ. ഇത് ഞാൻ മുതലേ താൻ പാക്കണത്. ശരി. അപ്പോൾ അന്ത വഴി പോയാൽ പോതില്ല. ഉണ്ടല്ലേ, ശരി. അതെ, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിമ്പിൻ്റെ തോട്ടം ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് അതൊന്നും കയറി കാണാൻ പറ്റും, നോക്കാം കേട്ടോ. ചേച്ചി പറഞ്ഞത് റെഡി ആട്ടോ. അതേ അവിടെ കരിമ്പ് തോട്ടം കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. കാണാൻ പറ്റൂലെന്നൊന്നും അറിയില്ല കേട്ടാ. ഇവിടെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു കുതിര, ഒരു അമ്പലം. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. കരിമ്പിൻ്റെ ഒന്ന് നോക്കട്ടെ. കരിമ്പ് സംഭവം വഴുതനൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. കണ്ടു, കരിമ്പ് തോട്ടം കണ്ടു. വണ്ടി ഇവിടെ നിർത്താം ആദ്യം. ടൺ. ഓ പൊളി.
இந்த ஆளுண்டானோ இந்த கரும்பு ஒன்னோட தானே அங்கே போனால் எல்லாமே இருக்குது. கரும்பு இருக்கும், தக்காளி பக்கத்தில் இருக்கும், வீடு இருக்கும். அங்கே போனால் எல்லாம் ஷூட் பண்ணிக்கலாம். எல்லாம் ஷூட் பண்ண இது நம்ம தானே? இது அங்கேயும் கரும்பு இருக்கும். അല്ല ഇത് ഉങ്ങോട്ട് തന്നെ. അപ്പോൾ എന്താ ഒരു ചിന്ന പീസ് വെട്ടി കൊടുക്കുമ്പോൾ ഞാൻ കേൾക്കറേ ഒരു പീസ് കഷ്ണം സാപ്പിടത്തേക്ക്. അപ്പോൾ ആള് ഒരു കരിമ്പ് എനിക്ക് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് തിന്നാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആളുടെ വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇവിടെ കൃഷികളൊക്കെ ഉണ്ട് വേറെ. പേടിപ്പിച്ചു പോയി അവനെ. ഇവിടെ മുറിച്ച് വെച്ചൊരു കഷ്ണം ഇട്ട ആളെ എനിക്ക് കൊണ്ട് തന്നത് പെട്ട സാധനം നോക്കിയേ. അവനലമ്പന. കരിമ്പ് തോട്ടത്തിൽ നിന്ന് കരിമ്പ് പറിച്ച് തിന്നുണ്ടാവും. ഇതാണ് കേട്ടോ സാധനം. പൊളി പൊളി പൊളിയാണ്, അടിപൊളി. അതായത് നമ്മുടെ അവിടെ മറ്റേ പുത്തമ്പള്ളി പെരുന്നാളിനൊക്കെ കണ്ടില്ലേ, ആ കരിമ്പല്ല. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാ. ആ പട്ടി എന്നെ പിടിച്ച് ഇപ്പോൾ കടിച്ചാൽ അത് കുഴപ്പക്കാരനാണ് പറഞ്ഞത്. ഭാഗ്യത്തിന് കടി കിട്ടിയില്ല, നേരെ ഓടി കയറിയത് അങ്ങോട്ട്. എന്തായാലും കരിമ്പ് തോട്ടം കാണാട്ടാ. ബാ പശു പിന്നെ പിടിച്ച് കടിക്കില്ല എന്തായാലും. കരിമ്പ് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. കരിമ്പ് തോട്ടത്തിൻ്റെ ഉള്ളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. മനസ്സിലായ? ഇത്ര മണ്ണുള്ള കരിമ്പ് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അവിടെ ഒന്നും. ഒരു രക്ഷയില്ല, എങ്ങോട്ട് തിരിച്ചാലും കരിമ്പ്. നോക്കി വട്ടം കരിമ്പ്. അതിലിപ്പോൾ ഇതിലേക്ക് ഏറ്റവും പെട്ട സാധനമാണ് കേട്ടോ അവൻ വെട്ടി തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും വിചാരിച്ചു കുറയ്ക്കണ്ടാവും, ചെറിയ കഷ്ണം തിന്നാൻ പറ്റുള്ളൂ. ഉപ്പ് നമ്മളൊരു പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രാണി എന്ന് പറഞ്ഞാലേ എൻ്റെ ദൈവമേ, എന്ത് പ്രാണിന്ന് പറയപ്പോ ഇതിന്. ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമീണത അങ്ങനെയും പറയാം. അതാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചോളത്തിൻ്റെ ഇതാണല്ലേ, ആ പശുവിന് കൊടുക്കണമെന്നുണ്ടത് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടു അങ്ങനെ സംഭവങ്ങളൊന്നും അറിയില്ല. എന്തായാലും നോക്കി ഇവർക്കൊരു സെറ്റപ്പ്. എത്ര ഏക്കർ കൃഷി ഉണ്ടെങ്കിലും ഇല്ലേ, അവരുടെ വീട് സാധനങ്ങളൊക്കെ ഇത്രയ്ക്കുള്ള സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇത് നോക്കി ഒരു കോളനി പോലെ സ്ഥലമാണ്. ഇവർക്ക് എല്ലാവർക്കും തന്നെയാണ് പരിപാടി, കൃഷി തന്നെ. എല്ലാവർക്കും ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ അവിടുത്തെ ഡാൽമേഷൻ പോലത്തെ പട്ടിയാണല്ലോ, പിടിച്ച് കടിക്കണോ ഇനി. നോക്കി അവൻ്റെ ഡിസൈൻ വൈറ്റുമ ഡോട്ട്. ഈശ്വരതേ വരുന്നു ഇങ്ങോട്ട്. പട്ടിയുടെ കടി കിട്ടാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മോ. ശരി ബ്രോ, ഓക്കെ. പട്ടി പിടിച്ച് കടിച്ചാനപ്പോൾ തമാശ കളി മാറിയാന്. പട്ടിക്ക് അറിയതാണ് എനിക്ക് അവൻ ഫ്രീ തന്നാന്ന്. പട്ടി വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് കരിമ്പ് തോട്ടത്തിൽ പൊട്ടിച്ച പോലെയാണ് പട്ടിയുടെ ഒരു തോന്നല്. പെട്ടു. പട്ടി ഇത് കട്ട സാധനം വെച്ചിട്ട് പിന്നാലെ വരുന്നത്. രണ്ടെണ്ണേ ഭയം കൊണ്ട് കടി കിട്ടിയില്ല, എന്തായാലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പട്ടികടി ആയിട്ട് നമ്മൾ പോകേണ്ട വന്നത്. ഇവിടെ ചേച്ചിമാരൊക്കെ പണിയുണ്ട് കേട്ടോ. മുളകാന്ന് തോന്നുന്നു, മുളകും കൃഷി. ഇറങ്ങി നോക്കാം. മുളക് തന്നെയാണ് ഇറങ്ങി നോക്കേണ്ടത്. അവിടെ വഴുതനങ്ങ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേലത്ത് എത്തുന്നേക്കാളും കുറച്ച് മുന്നേ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ പോകുന്നു കേട്ടോ, ഗ്രാമങ്ങൾ കാണാനായിട്ട്. ഇതൊക്കെ കരിമ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് കരിമ്പൻ തോട്ടം. ഇനി ഇവിടെ വേറെ വെറൈറ്റി ആയിട്ടുള്ള വല്ല കൃഷികളുണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ഇറങ്ങാം. விவசாயம் பண்ணிட்டு இருக்கு. என்னென்ன விவசாயம் பண்ணுற? மாங்காய். எந்த டைப்பு? நம்ம அங்கே மூவாட்டன் அந்த மாதிரி சொல்லி. இது என்ன மாவு? ഇത് എന്ന സൈസ് മാങ്ങ? മൂവാണ്ട. അതുതന്നെ കേരളയിൽ ഫുൾ മൂവാണ്ടം തന്നെ. ഏതാ? മൂവാണ്ടം തന്നെ സേലത്ത് ഫേമസ്. ഇത് തന്നെ ഉങ്ങളുടെ വീട്? ഇത് തന്നെ. ഇത് പുതുസ് വീട്, അത് പഴസ് വീട് അല്ലേ? പുതുസ് അവിടെ പെട്ടക്കുണ്ട്. അടിപൊളി സാധനം അല്ലേ? അത് അവിടെ ലോങ്ങിൽ അവൻ്റെ വേറെ വീട് പെടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കോഴിയുടെ ഇത് സണ്ടക്കോഴിയാ? ഇതൊരു കോഴിക്ക് എത്ര റേറ്റ് വരും? ഒരു കോഴി മേടിക്കരുത്, കാശ് കൊടുത്ത് മേടിക്കരുത്. പൈസ 10,000.
10,000 രൂപ ഒരു കോഴിക്ക് இந்த மாதிரி വില இருக்குதா? இதுதான் മെയിൻ താരം. ഇതൊക്കെ പിടിക്കട്ടെ. 10,000 രൂപയുടെ കോഴി. ഈ 10,000 രൂപയുടെ കോഴികളാണെന്നാണ് പറയണത് ഈ സാധനമൊക്കെ. അതേ നോക്കി അവൻ്റെ അടുത്ത് എത്തണമെന്ന്. ഒന്ന് പട്ടി സാധാ തന്നെ, സാധാ പട്ടി തന്നെ, സണ്ടപ്പട്ടി. അപ്പടി തന്നെ പട്ടിയില്ല അല്ലേ? അതെ. ഇവനും പെശകാന്ന് പറയണ കേട്ടാ. നോക്കിയാ എൻ്റെ അമ്മേ, ഞാൻ തമാശക്ക് ചോദിച്ചത്, അത് സീരിയസ് ആയി. സണ്ട ഞാൻ എടുത്തത്. ഇതിലേറ്റവും വില കൂടിയതേതാ? അതെ അല്ലേ? നോക്ക് സണ്ടക്കോഴി. സണ്ട ചിലപ്പോൾ കാണാൻ പറ്റും. ഇല്ല, സണ്ട കാണുന്നില്ല. ഇവിടെ ഉണ്ട് കേട്ടോ. അതേ ഇവൻ്റെ അതേ കൂട്ടില്. എല്ലാവരും ഓണാണ്. അതെ ഇവൻ നമ്മൾ വരുമ്പോഴേ ഇവിടെ മറ്റേ എന്താ പറയുക, മൂരികളിക്ക് പ്രാക്ടീസ് ചെയ്യില്ലേ, മൂരികളിക്കായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവൻ മൂരിനെ ഞാൻ നോക്കുമ്പോൾ വട്ടം ഇങ്ങനെ പിടിക്കാൻ നോക്കാം. അപ്പോൾ അതാണ് ഞാൻ അകലേന്ന് കണ്ടിട്ടാ വണ്ടി നിർത്തിയത്. ഇവൻ്റെ എന്തിട്ട് പരിപാടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മൂരി ഇവിടെ നിൽക്കണതുകൊണ്ട്. അപ്പോൾ മൂരി പിടുത്തത്തിൽ ഇതിന് മുന്നേ പോയിണ്ടാവും. ഇതൊക്കെ മുന്നാടി പോയിരിക്കാ മൂരി പിടുത്തം കബഡി. அதுக்கு தான் வந்து പ്രാക്ടീസ് പണിയത്. ഞാൻ വിചാരിച്ചു മൂരിയെ പിടിക്കില്ലേ, മൂരികളി. ഇവ മൂരി പിടുത്തല്ലായിരുന്നു, കബഡി കളിയാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു. ഞാൻ ആദ്യം നനച്ചേ എന്താ മൂരികളി അപ്പടി നനച്ചേ. ശരി നമുക്ക് ഇനി ഇവൻ്റെ പോലത്തെ വേറെ വല്ല ആൾക്കാരെ വേറെ വല്ല സംഭവങ്ങൾ കാണാണ്ടൊന്ന് നോക്കട്ടാ. സണ്ടക്കോഴി. ഇനി കോഴി ഗോപ്രമ കുത്തുന്നു. അല്ല, പൊളിച്ചു. നമുക്ക് വേണ്ടി സിഗരറ്റ് തന്നു പൊക്കോളാൻ. എന്തൊരു സാധനം എനിക്ക് മനസ്സിലായില്ല. എന്ത് സാധനം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? നമ്മുടെ നാട്ടിൽ കണ്ടുണ്ട്, പക്ഷെ എന്തൊരു സംഭവം എന്നൊന്നും അറിയാനില്ല. കൊത്തമരി ഉണ്ടാവണണ്ടാ. നീ നോക്കിയേ, കൊത്തമരി ഇങ്ങനെയാട്ടാ ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക കൊത്തമരിയുടെ സംഭവം. കണ്ടു കേട്ടാ. ഇത് മഞ്ഞളല്ലേ? ഇത് കൊത്തമര അല്ലേ? കൊത്തമര. ഉളുന്ത് അല്ലേ? ഓ. ഈ തക്കാളി എവിടെ പാക്കം? അങ്ങേ ഈ ഭാഗത്തൊക്കെ നിറച്ചും ഇങ്ങനെ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ വീടുകളിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ചെറിയ വീടുകളാണ്, പക്ഷേ ഇവർക്കൊക്കെ ഏക്കർ കണക്കിന് സ്ഥലവും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് കോവിൽ തന്നെ എന്നെ കോവിൽ? ഇത് മധുരവീരൻ കോവിൽ അല്ലേ? ഇങ്ങ എത്ര കുടുംബങ്ങൾ இருக்குது? சுற்றி 40 யூடியூப் சேனலுக்காக தானே. சொல்லதுக்கு பிரச்சனை இல்லைல்ல? சொல்லி கொடுக்குமா? ட்ராவல் ப்ரோஸ். One shot, one chance, one move, one dance. One shot, one chance, one move, one dance. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവൻ യൂട്യൂബ് ചാനൽ നമ്മുടെ കാണുമെന്ന് പറഞ്ഞേക്കണേ അല്ലേ? ട്രാവൽ ബ്രോസ്. എന്താ പേര്? ട്രാവൽ ബ്രോസ്. അല്ല പിന്നെ നീ കണ്ടോളൂ കേട്ടോ. അപ്പോൾ പോട്ടെ എന്നാ. ഓക്കെ ശരി. നമ്മുടെ മലയാളികളും തമിഴന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പെണ്ണുങ്ങളില്ലേ, പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾ, അവരൊക്കെ ഹാർഡ് വർക്കാണ്. വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ. നമ്മുടെ നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പറമ്പ് പണിക്ക് ഈ നിലയ്ക്ക് നടക്കുന്നു. സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് ഇത്ര അകലേക്കൊക്കെ സൈക്കിൾ ചവിട്ടി പോകണവർ, അതേപോലെ കണ്ടമാനം ആൾക്കാർ വെയിലത്ത് കിടന്ന് പോയിട്ട് ഇനി പണിയണവർ. അത് എന്തോരം ആൾക്കാരാണെന്നറിയാം. നേരത്തെ കുറേ ചേച്ചിമാർ സൈക്കിളുമാർ, ഇത് ഇങ്ങനെയുള്ള ആൾക്കാരുകൾ ഫുൾ പണിക്ക് പോകണതാട്ടോ. ഊണയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ പണിയെടുത്ത് ഇവിടുത്തെ ആൾക്കാർ വയ്യാണ്ട് അവിടെ പണിയുന്നില്ല വെയിലത്ത്. ഞാനടക്കം തെണ്ടാൻ. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയാ ഇങ്ങനെയായി പോണത്. എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി മെല്ലെ അങ്ങോട്ട് നീങ്ങാം. പ്രാന്തന്റെ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കാലം എടുക്കുമ്പോഴേക്കും വഴിയിൽ വേറെ എന്തെങ്കിലും. എന്തായാലും രക്ഷയില്ല. ഒന്ന് പെടച്ചു പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറയില്ലേ, ബാംഗ്ലൂർ വരെ വന്നിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഒരുവിധം സ്ഥലത്തൊക്കെ പണി നടക്കുക. അപ്പൊ അത് കാരണം വഴി വൺ സൈഡ് തിരിച്ചു വിട്ടേക്കണു. അതുപോലെ തന്നെ എന്താ പറയാ
വണ്ടികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കയറി വരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേ ഒരു സുഖമില്ല ഓടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ബാംഗ്ലൂർ എത്താൻ ഇനിയുണ്ട് ഒരു 100 കിലോമീറ്റർ. അപ്പോൾ അതിന് മുന്നേ ചായ കുടിക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഒരു കുഴപ്പമില്ല കേട്ടോ. ചില ആൾക്കാർ ചോദിച്ചു ഒറ്റയ്ക്ക് പോകുമ്പോൾ ബോറടിക്കുമെന്ന്. പ്രാന്തമുള്ള കാരണം ഒരു പ്രശ്നമില്ല. 2 പേർക്ക് പ്രാന്തായി ഇപ്പോൾ. അങ്ങോട്ട് പോകാൻ One chance, 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 chance. One shot, one chance, one move, one dance. One shot, one chance, one move, one dance. തമിഴ്നാട്ടിൽ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ഒരാൾക്കും മാസ്ക് ഇല്ല. ഒറ്റ ആൾക്കാർക്കും മാസ്ക്. അതുപോലെ തന്നെ മാസ്ക് ഇല്ല. പിന്നെ എന്താ പറയാ, ഹെൽമെറ്റ് അപൂർവം ആൾക്കാർക്ക് ഹെൽമെറ്റ് ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഹെൽമെറ്റ് ഇല്ല. 3 പേര് എപ്പോഴും നോക്കിയേ, ഒരാൾ പോണ നോക്കിയേ. അതേപോലെ ഹൈവേ കൂടെ ആണെങ്കിൽ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരിക. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്ന എല്ലാ പണികളും ഇവരുടെ കയ്യിലുണ്ട്. അതിന് പോലീസ് ഇവരെ ശിക്ഷിക്കണമില്ല. വേണമെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് വെച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് ധരിച്ചോ, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവോ അത് മോശമാവോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മാസ്ക് വേണമെങ്കിൽ വെച്ചോട്ടെ, ഹെൽമെറ്റ് ധരിക്കാണ്ട് പോയാൽ പിടിക്കണ്ടാന്നാവും അല്ലേ? എനിക്കും അങ്ങനെയാ. അപ്പോൾ എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയിട്ടാ. പെടാ എന്നെ പെടാ. ഈ ബൈക്കിൽ പോണ ആൾക്കാർ നോക്കിയോട്ടോ, ഹെൽമെറ്റ് ഇല്ല. ഇവർക്ക് ആർക്കെങ്കിലും ഹെൽമെറ്റ് ഉണ്ടോ? ഒരാൾക്കുണ്ട് കേട്ടോ. അവർക്കില്ല. ഇവർക്ക് 2 പേർക്കും ഇല്ല. ഇവർക്കില്ല. ആർക്കും മാസ്ക് വരെ ഇല്ല. കണ്ടോ, ഹാപ്പിയാണ്. വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ബോട്ടിംഗ് ഉണ്ട്. ഇതേതാണ് സ്ഥലം, എന്താണ് പരിപാടി എന്നറിയില്ല. ഒന്ന് ഇറങ്ങി നോക്കി നോക്കാം. റോഡ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, റോഡ് സൈഡിൽ തന്നെ ഒരു വലിയ തടാകം. അതിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയേ, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. സമയം ഇപ്പോൾ എത്രയാണ്? 5 മണിയായി സമയം. ഇനി ഞാൻ ബാംഗ്ലൂർ ഇപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ അതേ റോഡ് വ്യൂവും കാര്യങ്ങളും മുകളിലത്തെ മലകളും നല്ലൊരു സെറ്റപ്പ് സ്ഥലം എന്ന് പറയില്ലേ. വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒതുക്കി നമുക്ക് 10 മിനിറ്റ് വരെ ഇവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല അന്തരീക്ഷമുള്ള സ്ഥലം. പിന്നെ ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. ഇനി അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വൈകില്ലേ. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകുന്നില്ല. അതിവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കി നോക്കിയേ, ആർക്കെങ്കിലും മാസ്ക് ഉണ്ടോ? അതേ കണ്ടു, ബോട്ടിങ് കഴിഞ്ഞ് എല്ലാവരും വന്നു. ബോട്ട് കുറേ ബോട്ടൊക്കെ അങ്ങ് അകലേക്ക് ഉണ്ട്. സംഭവം കുറേ ബോട്ട് അങ്ങ് അകലേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് വരെ ഇരിക്കും. 2-3 ഫോട്ടോ എടുക്കും. അതിനുശേഷം വീണ്ടും ഞാൻ യാത്രയാവും. അപ്പോൾ നമ്മുടെ പ്രാന്തൻ അവിടെ കിടക്കുന്നുണ്ട്. പ്രാന്തൻ വെള്ളത്തിൽ ചാടുമെന്ന് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നോക്കിയേ, അവൻ ഇന്നലെ വൈകുന്നേരം കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കാലമായിട്ടാണ് നിൽക്കണത്. ഞാൻ വെള്ളത്തിൻ്റെ അടുത്തോട്ട് നിർത്തി. തന്നെത്താൻ കുളിക്കുകയാണെങ്കിൽ കുളിക്കട്ടെ എന്ന് വെച്ചിട്ട്. അയ്യോ, വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ചൊറി പിടിക്കും. ചൊറി വേണ്ട വേണ്ട. അപ്പോൾ പോവാട്ടാ. വ്യൂ പെടയാ. ഫോട്ടോ എടുക്കട്ടെ. One shot, 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 shot. One chance, 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 chance. One shot, one chance, one move, one dance. One shot, one chance, one move, one dance. പെസക തന്നെയാ. ടോളൊരു പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ പ്രശ്നമായിട്ടുണ്ട് ഈ പ്രാവശ്യം. വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി അങ്ങനെ. അപ്പോൾ അതേ ലൈവ് എന്താ സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് റൈസ്. അപ്പോൾ ഇതെന്തൊരു പുതിയ വിഭവമാണ് നമ്മൾ കിടക്കുന്നുണ്ട്. ഒരു ചെറിയ തട്ടുകളുടെ സെറ്റപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അലക്കാന്ന് വെച്ചു. പവറൊക്കെ പോയി. ബാംഗ്ലൂർ എത്തിയിട്ടാ. ബാംഗ്ലൂർ എത്തിയിട്ട് കിടക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. എന്തൊക്കെ കുറേ ദിവസം സാധനങ്ങൾ വരുന്നുണ്ട്.
അവർ പൊട്ടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി. ഇനി ഒരു ചില്ലിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില്ലിക്കൊക്കെ ഇതേയുള്ള സാധനം റെഡിയാക്കി ഉണ്ട്. ഇനിയിപ്പോൾ ഇത് മുഴുവൻ ഞാൻ തിന്നു കൊടുക്കണല്ലോ ദൈവമേ. പ്രാന്തന് ഇനി ഡീസലടിക്കണം. ആൾക്ക് ഫുഡ് കഴിഞ്ഞിട്ട് മതി. നമ്മൾ ഫുഡ് കഴിക്കണ പോലെ ഇനി പ്രാന്തന് വേണ്ടേ. അപ്പോൾ പ്രാന്തന് നാളെ ഡീസൽ കൊടുക്കാം. എന്തായാലും നല്ല തണവെന്ന് പറഞ്ഞാലേ ഉഷാറ് തണവാണ് കേട്ടോ. എനിക്കുള്ളത് ഈ സാധനം വന്നിട്ട് കേട്ടോ. ഇതാണ് മിക്സ്. എനിക്ക് തോന്നുന്നു ഫ്രൈഡ് റൈസ് തന്നെ എഗ് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവർ പറഞ്ഞപ്പോൾ സാധനം വേറെ എന്തായി. ഇത് ചില്ലി ഗോപിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് ഇപ്പോൾ വിവരം പറയാം. കുഴപ്പമില്ല കേട്ടോ. ഇയാൾക്ക് പിന്നെ ഇട്ടതാ കുറേ. നമ്മളിത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധനം കുഴപ്പമില്ല. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇനി ഇതൊരു കഷ്ണം കഴിച്ചോട്ടെ. സൂപ്പർ, അടിപൊളിയുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെറും 80 രൂപയുള്ളൂ. 40 രൂപ ചില്ലി ഗോബി, അതേപോലെ എഗ് ഫ്രൈഡ് റൈസ് 40 രൂപ. അപ്പോൾ നമ്മളുടെ ആശ്രയം 2 മൊബൈൽ ഫോണുകളുടെ ഗൂഗിൾ മാത്രം. ഗൂഗിൾ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കർണാടകയുടെ ഏതോ ഒരു ഗ്രാമത്തിലൂടെ അർദ്ധരാത്രി നമ്മൾ മാത്രം. എനിക്കറിയില്ല ശരിക്കും എതിരെ പോണേന്നുള്ളത്. എന്തായാലും ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ല എന്ന് പറയില്ലേ. എതിരെയോ നമ്മളിങ്ങനെ പോകണ്ട്. നമുക്കിപ്പോൾ വഴി തെറ്റിയാലും അങ്ങനെയൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പം തുടർന്ന് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. കുറച്ച് ദൂരക്കടി സഞ്ചരിച്ചപ്പോൾ ഒരു 10 മണി ആയുള്ളൂ. ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് വണ്ടി ഒതുക്കാമെന്നാണ് ഞാൻ. 12 മണിയാകുമ്പോൾ വണ്ടി ഒതുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ പിന്നെ അധികം പെട്ടെന്ന് ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പനെ കിടന്നുറങ്ങിയാൽ മതി. ഇപ്പം ചിലപ്പോൾ എന്താ പറയുക, ഉറക്കം വരാണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കണ്ടല്ലോ. അപ്പം അങ്ങനെ വിശേഷങ്ങളും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ. വണ്ടി ഒതുക്കാനുള്ള സ്ഥലം എവിടെയാന്ന് നോക്കട്ടെ. ശരി. One shot, 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 shot. One chance, 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 chance. One shot, one chance, one move, one dance. One shot, one chance, one move, one dance.